എൻ്റെ പേര് തോമസ് എന്നാണ്. ഇതെൻ്റെ ഭാര്യ ജിക്സി. ഞങ്ങൾ തൃശ്ശൂർ ജൂബിലി മിഷൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് നാളായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങാനായിട്ട് ഒരു താല്പര്യം വന്നപ്പോൾ ഞാൻ മുന്നൊക്കെ ചെയ്ത പോലെ തന്നെ, അതായത് എൻ്റെ അനിയന് ഒരു അപ്പാർട്ട്മെന്റ് ഒരു 6-7 വർഷം മുന്നേ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്കൈലൈൻ്റെ ആണ് അപ്പാർട്ട്മെന്റ് പ്രിഫർ ചെയ്ത്. എന്ന് അതിൻ്റെ ഭാഗമായിട്ട് അവൻ തൃശ്ശൂർ പറവട്ടാനിയിലെ ആക്സസ് എന്ന് പറഞ്ഞ ഒരു സ്കൈലൈൻ്റെ ഒരു അപ്പാർട്ട്മെന്റ് അവൻ വാങ്ങി. അതിനുശേഷം ഒരു 3-4 വർഷം മുന്നേ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഒരു ബിൽഡിങ് ഒരു അപ്പാർട്ട്മെന്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവൻ്റെ റോഡിൽ ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. ഇത് രണ്ടുപേരും ഇത് വാങ്ങി. ഇത് രണ്ടുപേരും അത് വാങ്ങിയതിൽ ചെറുതായിട്ട് എൻ്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ നിർബന്ധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മുടെ ഇവിടെ അപ്പാർട്ട്മെന്റ് വാങ്ങുമ്പോൾ സ്കൈലൈൻ ബിൽഡേഴ്സ് ആണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതായത് അവരുടെ ഗുഡ് നെയിമും അവരുടെ പെർഫോമൻസും അവരുടെ ആഫ്റ്റർ സെയിൽസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഇവരാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരോടും അങ്ങനെ പറഞ്ഞിട്ട് അവർ വാങ്ങിയത്. ഇപ്പൊ അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങണമെന്ന് താല്പര്യം വന്നപ്പോൾ ഈ മുന്നേ അപ്പാർട്ട്മെന്റ് വാങ്ങാനായിട്ട് ശ്രമിച്ചപ്പോൾ നമ്മുടെ സ്കൈലൈൻ്റെ സിൻഡോ എന്ന് പറയുന്ന സെയിൽസിന്റെ ആളാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. ഇപ്പോഴും ഞാൻ ആളെന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ആള് പറഞ്ഞു നമ്മുടെ തൃശ്ശൂര് കിഴക്കേ കോട്ടയമാണ്, അതായത് തോമസറിനൊക്കെ ആക്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ ഒരെണ്ണം വരുന്നുണ്ട്. സിറ്റി ലൈറ്റ് എന്നാണ് എൻ്റെ പേര്. കിഴക്കേ കോട്ടയം വളരെ അടുത്താണ്. അപ്പൊ അത് തോമസറിനെ പോലെയുള്ള ഒരാൾക്ക്, അതായത് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ വളരെ അടുത്ത്, ലൂർദ് പള്ളി, അതേപോലെ മാതാ സ്കൂള്, നിർമ്മല മാതാ സ്കൂള്, അതേപോലെ കിഴക്കേ കോട്ട, എല്ലാതും നമുക്ക് നോക്കിയാൽ എത്താവുന്ന ദൂരം, അതായത് ഒരു 50 മീറ്റർ 75 മീറ്റർ ഡിസ്റ്റൻസിലാണ്. അവിടെ ഒരു പ്രോജക്റ്റ് ഞങ്ങളുടെ വരുന്നുണ്ട്. അതിന്റെ പേര് സിറ്റി ലൈറ്റ് എന്നാണ്. അത് തോമസിന്റെ ഏറ്റവും പുതിയതായിരിക്കും. അപ്പൊ ഞാനും എൻ്റെ ഭാര്യയും കൂടി പോയി അത് നോക്കി. അപ്പൊ നോക്കിയപ്പോൾ അതിലൊരു 40 അപ്പാർട്ട്മെന്റ് ഉള്ളൂ. അത് വളരെ കൂടുതലോ അല്ലെങ്കിൽ ആക്ട് ആയിട്ടുള്ള ഒരു സംഖ്യയാണ്. ഒരു അപ്പാർട്ട്മെന്റിൽ ഏറ്റവും നല്ല സൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഒരു 40 എന്നുള്ളൊരു അപ്പാർട്ട്മെന്റ്. അപ്പൊ അതിനെ പറ്റി ഞാൻ കൂടുതൽ അന്വേഷിച്ചു. അപ്പൊ നോക്കിയപ്പോൾ ഇതില് ഒട്ടുമുക്ക അപ്പാർട്ട്മെന്റുകാരും ചെയ്യുന്ന പോലെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ് ഇതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കാർ പാർക്കിംഗ്, സെപ്പറേറ്റ് കാർ പാർക്കിംഗ്. അതുകൂടാതെ ഇപ്പൊ പുതിയതായിട്ട് കണ്ടുവരുന്ന ഇതാണ്, അതായത് എല്ലാ വണ്ടികൾക്കും ഇലക്ട്രിക്കല് ചാർജ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വേറെ ഒരെണ്ണം ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെ പറ്റി കൂടുതൽ സിന്ധുവിനോട് ചോദിച്ചപ്പോൾ അവൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട് സ്കൈലൈൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് എൻ്റെ മനസ്സിൽ പണ്ടേ മുതൽ ഉറച്ചു കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ അതില് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യയും അതിനോട് പറഞ്ഞത് അവൾക്ക് പള്ളിയിൽ പോകാനും അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകാനും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിന് ഒത്തിണങ്ങി വന്നിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇവരുടെ. അപ്പൊ സിറ്റി ലൈറ്റില് ഞാൻ ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ എൻ്റെ അഡ്വാൻസ് കൊടുത്തു. അപ്പൊ അത് 2026 ഏകദേശം അവസാനത്തിലാണ് അത് പ്രോജക്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം, അതായത് അവർ പറഞ്ഞ വാക്ക് പാലിക്കുന്നവരും അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആൾക്കാരാണ്. അത് എനിക്ക് അവൻ്റെ റോഡിലൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ എടുത്തത്. പിന്നെ തന്നെയല്ല, ആഫ്റ്റർ സെയില് അവരുടെ കയ്യിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടും. ഞാനിപ്പോ പറവട്ടാനിയിലും ഇവിടെയൊക്കെ അന്വേഷിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടാണ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അതായത് ആ ഭാഗങ്ങളൊക്കെ ഭയങ്കര ക്ലിയർ ആണ് എന്നുള്ള ഒരു ഇതില് എനിക്ക് പൂർണ്ണ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ തീരുമാനിച്ചത്. ഇനി ആർക്കെങ്കിലും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്, നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സിറ്റി ലൈറ്റ് വളരെ ഉചിതമാണ്. സിറ്റി ലൈറ്റ് എന്ന് മാത്രമല്ല, സ്കൈലൈൻ്റെ ഏത് അപ്പാർട്ട്മെന്റും അവരുടെ ആ ഒരു രീതി, അവരുടെ ഗുഡ് നെയിം അല്ലെങ്കിൽ അവരുടെ ആ കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതൊക്കെ ഏറ്റവും മികച്ചതായതുകൊണ്ട് എപ്പോഴും സ്കൈലൈൻ തന്നെയാണ് പ്രിഫർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ സിറ്റി ലൈറ്റും അതിൽ ഒന്നാണ്. താല്പര്യമുള്ളവർക്ക് അത് വാങ്ങണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് അത് ചെയ്യാവുന്നത്. സിറ്റി ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്താണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മള് ഇപ്പോ ഗ്രാൻഡ് പാരന്റ്സിന് പ്രത്യേകിച്ച് ഇപ്പൊ കുട്ടികള്, ഇപ്പൊ എല്ലാ മാതാപിതാക്കളും കുട്ടികളെ എല്ലാ ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ ആക്കിയിട്ടാണല്ലോ എല്ലാവരത്തേക്ക് പോകുന്നത്. അപ്പൊ ഈ ഗ്രാൻഡ് പാരന്റ്സിന് എത്ര പ്രായമായാലും നമുക്ക് സ്കൂളിൽ വിടാനായാലും ഇപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് പോകാനായാലും
പിന്നെ എങ്ങനെയായാലും താഴെ ഒന്ന് കൊണ്ടുവന്ന് ഇറക്കി പിള്ളേരെ വിട്ടാൽ മതി, പോയി സേഫ്റ്റി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. അതുപോലെ ഏത് മാളിൽ പോണേലും സെലക്സ് മാള്, അതുപോലെ റൗണ്ടില് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ തോപ്പ് സ്റ്റേഡിയം ഉണ്ട്. കാലത്ത് എക്സസൈസ് ചെയ്യാനായിട്ട് അവിടെ ഓടാനോ ചാടാനോ അവിടെ ഓരോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടേക്ക് പോകാനായാലും ഇത്ര സൗകര്യമുള്ള ഒരു ഫ്ലാറ്റ് നമുക്ക് ഇനി തൃശ്ശൂർ കിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞങ്ങള് ഇതെടുക്കാൻ തന്നെ കാരണം. അതുകൊണ്ട് ഞങ്ങള് അത് സെലക്ട് ചെയ്തതിൽ വളരെ ഹാപ്പിയാണ്.